ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും മെച്ചുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സിലെ 10ാമത്തെ യൂണിറ്റായ പ്രിറ്റി റിലേഷൻസ് എന്ന ചാപ്റ്ററാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. 2ാം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ STD2 ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്ന പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബെഡ് ഗെയിം. അപ്പോൾ എന്താണ്, ഒരുപാട് കൂട്ടുകാർ അവിടെ മുത്തുകൾ വെച്ച് കളിക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ദർ ഈസ് എ ഹെപ്പ് ഓഫ് ബേർഡ്സ്. ഈച്ച് പ്ലെയർ ടേക്ക് സം. ഇഫ് ദേ ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു സെറ്റ്സ് ഓഫ് 2 വിത്ത് നത്തിങ് ഓവർ ദെൻ ദ പ്ലെയർ ഗെറ്റ്സ് എ പോയിൻറ്റ്. അപ്പോൾ എന്താ പറയുന്നത്, അവിടെ ഒരുപാട് മുത്തുകളുണ്ട്, കൂട്ടങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവർക്കും വേണമെങ്കിലും എത്ര വേണമെങ്കിലും വാരാം. ഓക്കെ, എത്ര വേണമെങ്കിലും വാരിയെടുക്കാം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന മുത്തുകൾ 2 വീതം ഗ്രൂപ്പുകളായിട്ട് തരം തിരിക്കാം. അപ്പോൾ ഒന്നും ബാക്കി വരുന്നില്ലെങ്കിൽ അവർ ജയിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. സുമോ ഗോട്ട് 16 ബേർഡ്സ്. ഡസ് ഷീ ഗെറ്റ് എ പോയിൻറ്റ്? സുമയ്ക്ക് 16 ബേർഡ്സാണ്, 16 ബേർഡ്സാണ് കിട്ടിയിട്ടുള്ളത്. അവൾക്കൊരു പോയിൻറ്റ് കിട്ടുമോ? യെസ്, കിട്ടും അല്ലേ. കാരണം എന്താണ്, 16 നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് പോവാം അല്ലേ. 2, 4, 6, 8 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് 16 ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഷീ ഗെറ്റ് എ പോയിൻറ്റ്. സീ ഹൗ മെനി ബേർഡ്സ് അതേഴ്സ് ഗോട്ട്. മറ്റുള്ളവർക്ക് ഏതൊക്കെ ബേർഡ്സുകളാണ് കിട്ടിയത് എന്ന് നോക്കാമെന്നാണ് പറയുന്നത്. 7, 22, 11, 10, 12, 14, 25, 18, 20, 19. Which of these can be split into sets of 2 without anything remaining? ഒരെണ്ണം ബാക്കിയില്ലാതെ ഏതെല്ലാം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതെല്ലാം പറ്റും മക്കളെ? 7 നോക്കാം. 7 പറ്റുമോ? ഇല്ലല്ലേ. പിന്നെ ഏതെല്ലാമായിരിക്കും നമ്പേഴ്സ്? 22, 10, 12, 14, 18 and 20. ഈ നമ്പേഴ്സൊക്കെ നമുക്ക് 2 വീതം ആയിട്ടുള്ള കൂട്ടങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ. ഇനി നെക്സ്റ്റ് നോക്കൂ. ആൻഡ് വിച്ച് ഓഫ് ദം ലീവ് 1 വെൻ സ്പ്ലിറ്റ് ഇൻ ടു സെറ്റ്സ് ഓഫ് 2. 2 വീതം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1 ബാക്കി വരുന്നത് ഏതെല്ലാമാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതെല്ലാമായിരിക്കും? 7, 11, 25, 19. റൈറ്റ് സം അതർ നമ്പേഴ്സ്. വേറെയും ഇതുപോലുള്ള നമ്പേഴ്സ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഏതെല്ലാം നമുക്ക് എഴുതാം? 9, 13, 15, 5, 3, 25, 33. ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് നമുക്ക് എഴുതാം അല്ലേ. ഓഡ് നമ്പേഴ്സ് എല്ലാം നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ ലിവിങ് 1 വെൻ ഡിവൈഡഡ് ഇൻ ടു സെറ്റ് ഓഫ് 2 എന്നാണ് തന്നിട്ടുള്ളത്. അഥവാ 2 വീതം സ്പ്ലിറ്റ് ചെയ്ത് വെക്കുമ്പോൾ 1 ബാക്കി വരുന്ന നമ്പേഴ്സ് ഫസ്റ്റ് കോളത്തിൽ എഴുതണം. ഏതെല്ലാമായിരിക്കും? 1, 3, 5, 7, 9, 11, 13, 15, 17, 19, 21, 23 എല്ലാം വരും കേട്ടോ. സെക്കൻഡ് കോളം നോക്കൂ. വിത്തൗട്ട് റിമൈനിങ് വെൻ ഡിവൈഡഡ് ഇൻ ടു സെറ്റ് ഓഫ് 2. 2 ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നും റിമൈനിങ് ബാക്കിയൊന്നും വരാത്തത് ഏതെല്ലാമായിരിക്കും? 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24 ഈ നമ്പേഴ്സ് എല്ലാം വരും കേട്ടോ. അതിന് താഴെ നോക്കൂ. 1, 3, 5, 7. പിന്നെ നമുക്ക് ഒരു 3 നമ്പേഴ്സിന് എഴുതാനുള്ള ഗ്യാപ്പ് തന്നിട്ടുണ്ട്. എന്താണ്? ഫില്ല് ചെയ്യണം. ഇവിടെ നോക്കൂ. 1ലേക്ക് 2 ആഡ് ചെയ്യുമ്പോഴാണ് 3 വരുന്നത്. 3ലേക്ക് 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. 5ലേക്ക് 2 ആഡ് ചെയ്യുമ്പോൾ 7. 7ലേക്ക് 2 ആഡ് ചെയ്താൽ എത്രയായിരിക്കും? 9 ആയിരിക്കും അല്ലേ. 9ലേക്ക് വീണ്ടും 2 ആഡ് ചെയ്താൽ 11. 11ലേക്ക് 2 ആഡ് ചെയ്താൽ 30. ആർ കോൾഡ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ എന്താണ്? ഈ നമ്പേഴ്സിനെയാണ് ഓഡ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ, അഥവാ ഒറ്റ സംഖ്യകൾ. സെക്കൻഡ് വൺ നോക്കൂ. 2, 4, 6, 8. ബാക്കി 3 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ഇവിടെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? 2ലേക്ക് 2 ആഡ് ചെയ്യുമ്പോഴാണ് 4 കിട്ടുന്നത്. 4ലേക്ക് 2 ആഡ് ചെയ്യുമ്പോൾ 6. 6ലേക്ക് 2 ആഡ് ചെയ്യുമ്പോൾ 8. 8ലേക്ക് 2 ആഡ് ചെയ്താൽ 10. 10ലേക്ക് 2 ആഡ് ചെയ്താൽ 12. 12ലേക്ക് 2 ആഡ് ചെയ്താൽ 14 അല്ലേ. അപ്പോൾ ഈ നമ്പേഴ്സിന് എന്താ വിളിക്കുക? ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ. സം ഓഫ് ഡിജിറ്റ്സ്. മിയ ഈസ് തിങ്കിങ് അബൌട്ട് പ്രോബ്ലംസ് ടു ആസ്ക് അറ്റ് ദ മാത്സ് ക്ലബ് മീറ്റിംഗ്. അപ്പോൾ മിയ മാത്സ് ക്ലബ് മീറ്റിങ്ങിൽ ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അടക്കം അന്വേഷിക്കുകയാണ്. അവിടെ നോക്കൂ. എനി ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം. ഏതെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടക്കം നിനക്കറിയോ?
ആ സമയം ബോയ് എന്താ മറുപടി പറഞ്ഞേ? ഹൗ അബൌട്ട് ദിസ്, ഫൈൻഡ് എ 2-digit നമ്പർ വിത്ത് സം ഓഫ് ഡിജിറ്റ്സ് 10. ഇതെങ്ങനെയുണ്ട്? സമ്മ് അഥവാ രണ്ടക്കങ്ങളും കൂട്ടിയാൽ 10 കിട്ടുന്ന 2-digit നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ആ ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ട് എന്നാണ് അവൻ ചോദിക്കുന്നത് അല്ലേ. അപ്പം മീ എന്താ പറഞ്ഞത്? 19. 1 and 9 is 10. ലൈക്ക് ദിസ് റൈറ്റ്? ഇതുപോലെ അല്ലേ. ഫൈൻഡ് സം മോർ ലൈക്ക് ദിസ്. അപ്പോൾ ഇതുപോലെ വേറെയും ഒരുപാട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2-digit നമ്പേഴ്സ് ഹൂസ് ഡിജിറ്റ്സ് ആഡ് അപ്പ് ടു 10. രണ്ടക്ക സംഖ്യ 2-digit നമ്പേഴ്സ് അതിൻ്റെ 2 ലെറ്റേഴ്സ് തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടണം? 10 കിട്ടണം. ഏതെല്ലാം നമ്പേഴ്സ് ഉണ്ടാവും മക്കളെ? 19, 28, 37, 46, 55, 64, 73, 82 and 91. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ ഓർഡർ ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ഈ നമ്പേഴ്സ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറയുന്നത്. നമ്മൾ ഈ എഴുതിയത് തന്നെ ആ ഫോർമാറ്റ് ആണല്ലേ, ചെറുതിൽ നിന്ന് വലുതാക്കാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ മക്കൾ എഴുതി കൊടുക്കുകയാണേ. നെക്സ്റ്റ് നോക്കൂ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ 1 നമ്പർ ആൻഡ് ദ നെക്സ്റ്റ്? ഇതിലെ ഒരു നമ്പറും അടുത്ത നമ്പറും തമ്മിലുള്ള ബന്ധം എന്താണ്? അഥവാ 19ഉം 28, 37 ഇതൊക്കെ ഈ നമ്പേഴ്സൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്താ മക്കളെ? 19ലേക്ക് 9 ആഡ് ചെയ്താലാണ് 28 കിട്ടുന്നത്. 28ലേക്ക് വീണ്ടും 9 ആഡ് ചെയ്യുമ്പോഴാണ് 37 കിട്ടുന്നത്. അങ്ങനെ ഓരോ നമ്പേഴ്സ് നോക്കിയാലും അതാണ് കിട്ടുന്നത് കേട്ടോ. എന്താ? മോർ 9, 9 കൂടി കൂടി വരികയാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ. ലെറ്റ്സ് ചേഞ്ച് ദ ഓർഡർ. ഓർഡർ ചേഞ്ച് ചെയ്യാം എന്നാണ് പറയുന്നത്. സീ വാട്ട് മിയ ഹാസ് റിട്ടൺ ഇൻ ദ ചാർട്ട്. മിയ എന്താണ് ആ ചാർട്ടിൽ എഴുതിയിട്ടുള്ളത്? 8 + 9 = 17. 9 + 8 = 17. 23 + 11 = 34. 11 + 23 = 34. 45 + 23 = 68. 23 + 45 = 68. Look at this, bro. What do you see? Changing the order of numbers does not change the sum. അപ്പോൾ എന്താ പറയുന്നത്? അതിൻ്റെ ഓർഡർ, നമ്പറുകളുടെ ഓർഡർ ചേഞ്ച് ചെയ്താലും അതിൻ്റെ ആൻസർ മാറുന്നില്ല അല്ലേ. മറിച്ചും തിരിച്ചൊക്കെ കൂട്ടിയാലും കിട്ടുന്ന ഉത്തരം എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ. ആഡിങ് 1 നമ്പർ ടു ദ നെക്സ്റ്റ്. 1 + 2 = 3. 2 + 3 = 5. 3 + 4 = 7. 6 + 7 = 13. 8 + 9 എത്രയാണ്? 17 ആണ് അല്ലേ. 10 + 11 21. 12 + 13 = 25. 15 + 16 = 31. Mia and friends added each number to the next and wrote down the sum. അവർ പരസ്പരം നമ്പേഴ്സൊക്കെ കൂട്ടി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻ യു കണ്ടിന്യൂ ദിസ്? ഇതുപോലെ ഇനി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്ത് എഴുതി നോക്കിയാലോ. 17 + 18 = 35. 19 + 20 = 39. 21 + 22 = 33. 23 + 24 = 45. 25 + 26 = 51. നോട്ട് എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദ സംസ്. ഇതിൻ്റെ സമ്മിൽ അഥവാ ആൻസറിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. 3, 5, 7, 13 അങ്ങനെയല്ല വരുന്നത്. എന്താ മക്കളെ പ്രത്യേകത? ഓഡ് നമ്പർ ആണല്ലേ, ഒറ്റ സംഖ്യയാണ്. നെക്സ്റ്റ് നോക്കൂ. ഓഡ് നമ്പേഴ്സ്. വാട്ട് അബൌട്ട് ആഡിങ് 2 ഓഡ് നമ്പേഴ്സ്? മീ ആസ്ക്ഡ്. 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് എന്തായിരിക്കും കിട്ടുക? ദ കാൽക്കുലേറ്റഡ് സം. സച്ച് സംസ് ക്യാൻ യു ഡു ദ റിമൈനിങ്. അവർ കുറച്ച് നമ്പേഴ്സൊക്കെ ആഡ് ചെയ്തു, ബാക്കിയുള്ള നമ്മളോട് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. 1 + 3 = 4. 3 + 5 = 8. 7 + 5 = 12. 3 + 9 = 12. 11 + 7 = 18. 11 + 13 = 24. 15 + 17 = 32. അപ്പോൾ ഏത് നമ്പറാണ് മക്കളെ കിട്ടുന്നത്? ഈവൻ നമ്പേഴ്സ് ആണല്ലേ കിട്ടുന്നത്. 4, 8, 12, 18, 24 എന്ന് പറഞ്ഞിട്ടുള്ള ഈവൻ നമ്പേഴ്സാണ് കിട്ടുന്നത്. നീ എന്താ പറയുന്നത്? വാട്ട് ഇഫ് വി ആഡ് 2 ഓഡ് നമ്പേഴ്സ്? 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് നമ്പറാണ് കിട്ടുന്നത്? ഈവൻ നമ്പർ ആണല്ലേ കിട്ടുന്നത്.
വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ സം ഓഫ് ടു ഓഡ് നമ്പേഴ്സ്? രണ്ട് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മിൽ വരുന്ന പ്രത്യേകത എന്താണ്? ദ സം വിൽ ബി എൻ ഈവൻ നമ്പർ, അല്ലേ? ഈവൻ നമ്പർ ആയിരിക്കും സമ്മ് കിട്ടുന്നത്, ഇരട്ട സംഖ്യ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നൗ ആഡ് ടു ഈവൻ നമ്പേഴ്സ്, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ സം? രണ്ട് ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്താൽ സമ്മിൽ എന്തായിരിക്കും പ്രത്യേകത? എക്സാമ്പിളായിട്ട് 2 + 6 എത്രയാണ്? 8 ആണല്ലേ? ദ സം വിൽ ബി എൻ ഈവൻ നമ്പർ, ഈവൻ നമ്പർ ആയിരിക്കും. അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് അബൌട്ട് ദ സം ഓഫ് എൻ ഓഡ് നമ്പർ ആൻഡ് എൻ ഈവൻ നമ്പർ? ഒരു ഓഡ് നമ്പറും ഒരു ഈവൻ നമ്പറും കൂട്ടിയാൽ ഏതായിരിക്കും കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. എക്സാമ്പിളായിട്ട് 3 + 2 എത്രയാണ് കിട്ടുന്നത്? 5 ആണ് കിട്ടുന്നത്, അല്ലേ? അപ്പം എന്താണ്? ദ സം വിൽ ബി എൻ ഓഡ് നമ്പർ, ഓഡ് നമ്പർ ആയിരിക്കും സമ്മ് കിട്ടുന്നത്. നെക്സ്റ്റ് നോക്കൂ. ലെറ്റ് സബ്ട്രാക്ട് അഗെയിൻ ആൻഡ് അഗെയിൻ, വീണ്ടും വീണ്ടും കുറക്കുക. Sumi has 16 rupees. She bought a pen for 5 rupees and a pencil for 3 rupees. സുമിയുടെ കയ്യിൽ 16 റുപ്പീസ് ഉണ്ട്. അവൾ അതിലെ 5 റുപ്പീസ് വെച്ചൊരു പേനയും 3 റുപ്പീസ് വെച്ചൊരു പെൻസിലും വാങ്ങി. ഹൗ മച്ച് ഡസ് ഷീ ഹാവ് നൗ? ബാക്കി അവളുടെ കയ്യിൽ എത്രയുണ്ട് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. മണി ഷീ ഹാഡ്, അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ എത്രയാണ്? 16 റുപ്പീസ്. മണി സ്പെൻഡ് ഫോർ പെൻ, പേന വാങ്ങിയത് 5 റുപ്പീസ്. റിമൈനിങ് മണി, ബാക്കിയുള്ളത് 16 - 5 = 11 റുപ്പീസ്. 16 5 കുറച്ചാൽ 11 റുപ്പീസ്, അല്ലേ? മണി സ്പെൻഡ് ഫോർ പെൻസിൽ, വീണ്ടും അവൾ പെൻസിൽ വാങ്ങിയല്ലേ? അപ്പോൾ എത്ര രൂപയാണ്? 3 റുപ്പീസ്. റിമൈനിങ് മണി എത്ര ഉണ്ടാവും? ബാക്കി പെൻസിൽ കൂടി വാങ്ങുമ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 11 - 3 = 8 റുപ്പീസ്. നെക്സ്റ്റ് നോക്കൂ. അതിന് മുകളിൽ ഒരു ബോക്സ് ഉണ്ട്. ഹൗ ഐ ഡിഡ്, ഞാൻ എങ്ങനെയാണ് ചെയ്തത്? ഹാഡ് 16 റുപ്പീസ് അറ്റ് ഫസ്റ്റ്, ആദ്യം 16 റുപ്പീസ് ഉണ്ടായിരുന്നു. സ്പെൻഡ് 5 + 3 = 8 റുപ്പീസ്. ആകെ സ്പെൻഡ് ചെയ്തത് പേനയുടെ 5 റുപ്പീസും പെൻസിലിൻ്റെ 3 റുപ്പീസും. 5 + 3 = 8 റുപ്പീസ് ആണ് ആകെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ടു ബൈ പെൻ ആൻഡ് പെൻസിൽ. നൗ ഷീ ഹാസ് 16 - 8 = 8 റുപ്പീസ്. ഇപ്പോൾ ബാക്കി അവളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 16 നിന്ന്, ആദ്യത്തെ 16 നിന്ന് പേനയും പെൻസിലും വാങ്ങിയപ്പോൾ സ്പെൻഡ് ചെയ്ത 8 റുപ്പീസ് മൈനസ് ചെയ്തു. അപ്പോൾ ബാക്കി 8 റുപ്പീസ് ഉണ്ടാവും. ടേക്കിംഗ് എവേ 5 and then 3 from 16 or taking away 8 from 16 leaves the same number. നമ്മൾ വഴിക്ക് വഴിയായിട്ട് 5 മൈനസ് ചെയ്യുക, 3 മൈനസ് ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോഴും ടോട്ടൽ 16 നിന്ന് 8 മൈനസ് ചെയ്താലും നമുക്ക് കറക്റ്റ് ആൻസർ തന്നെയാണ് കിട്ടുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഇഫ് വി ടേക്ക് അവേ 7 and then 3 from 24? വാട്ട് നമ്പർ ഡു വി ടേക്ക് അവേ ഫ്രം 24 വൺസ്? എന്താ ചോദിക്കുന്നത്? 24 നിന്ന് ആദ്യം 7 മൈനസ് ചെയ്യുക, പിന്നീട് 3 മൈനസ് ചെയ്യുക. അപ്പോൾ ഏതായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. 24 - 7 എത്രയാ മക്കളെ? 17 ആണല്ലേ? ഇനി 17 നിന്ന് വീണ്ടും 3 മൈനസ് ചെയ്യുക, എത്ര കിട്ടും? 14 എന്ന് കിട്ടും. പകരം നോക്കൂ. വാട്ട് നമ്പർ ഡു വി ടേക്ക് അവേ ഫ്രം 24 വൺസ്? ഇങ്ങനെ ചെയ്യുന്നതിലും ബെറ്റർ എന്താണ്? 24 നിന്ന് ഏത് നമ്പർ ആയിരിക്കും നമ്മൾ ഒരൊറ്റ പ്രാവശ്യം മൈനസ് ചെയ്യാം? 7ഉം 3ഉം പ്ലസ് ചെയ്താൽ പോലെ. 7 + 3 = 10. 24 നിന്ന് 10 മൈനസ് ചെയ്താലും നമുക്ക് എത്ര തന്നെയാണ് കിട്ടുന്നത്? 14 തന്നെയാണ് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ടു ടേക്ക് അവേ 10 and then 6 from 46. വാട്ട് നമ്പർ ഡു വി ടേക്ക് അവേ ഫ്രം 46 വൺസ് ഇൻസ്റ്റെഡ്? 46ൽ നിന്ന് 10ഉം 6ഉം കൂടി ഡിഫറൻ്റ് ആയിട്ട് മൈനസ് ചെയ്യുന്നതിന് പകരം ഏത് നമ്പർ നമുക്ക് മൈനസ് ചെയ്താൽ മതി? 10 + 6 ആയിട്ടുള്ള 16 മൈനസ് ചെയ്താൽ മതി, അല്ലേ? ആഡ് ആൻഡ് ഗോ അഹെഡ്. സീ ദ നമ്പേഴ്സ് മിയ ഹാസ് റിട്ടൺ ഇൻ ഓർഡർ. നമുക്കവിടെ മിയ എഴുതിയിട്ടുള്ള നമ്പേഴ്സ് കാണുന്നുണ്ടല്ലേ? പക്ഷേ ഒരുപാട് 3 നമ്പേഴ്സ് അവിടെ മിസ്സിങ് ആണ്. അത് നമ്മൾ എഴുതണം. 1 3 5 7. അടുത്തത് ഏതായിരിക്കും? 9 ആയിരിക്കും. 2 ആഡ് ചെയ്ത് വരികയാണല്ലേ? 9 ആയിരിക്കും. പിന്നീട് 11 13. റൈറ്റ് ദ നെക്സ്റ്റ് നമ്പേഴ്സ് നമ്മൾ എഴുതിയല്ലേ? ഫൈൻഡ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് നമ്പേഴ്സ്. എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണുള്ളത്? ഓഡ് നമ്പർ ആണല്ലേ? സ്റ്റാർട്ടിങ് വിത്ത് 1 ആൻഡ് ആഡിങ് 2 അഗെയിൻ ആൻഡ് അഗെയിൻ. ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ 2 കൂട്ടി വരുന്നതാണല്ലേ? നൗ സ്റ്റാർട്ട് ഫ്രം 2 ആൻഡ് ആഡ് 2 അഗെയിൻ ആൻഡ് അഗെയിൻ. ഇനി എന്താ പറയുന്നത്? 2വിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 കൂട്ടി വരികയാണ്. 2 4 6. ബാക്കി എങ്ങനെയായിരിക്കും? 6ലേക്ക് 2 ആഡ് ചെയ്യുക 8, 8ലേക്ക് 2 ആഡ് ചെയ്യുക 12 ആയിരിക്കും കിട്ടുന്നത്, അല്ലേ?
ദീസ് ആർ ദ ഈവൻ നമ്പേഴ്സ്. ഇതെന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് നമ്പർ? ദേ ആർ ഈവൻ നമ്പേഴ്സ്. വാട്ട് അബൌട്ട് സ്റ്റാർട്ടിങ് വിത്ത് 5 ആൻഡ് ആഡിങ് 5 അഗെയിൻ ആൻഡ് അഗെയിൻ? 5 നിന്ന് തുടങ്ങി 5 ആഡ് ചെയ്ത് വരുമ്പോൾ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. താഴെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു പാറ്റേൺ തന്നിട്ടുണ്ട് അല്ലേ? അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയാലോ. 5, 10, 15. 15ലേക്ക് 5 ആഡ് ചെയ്താൽ 20. 20 plus 5, 25. 25 plus 5, 30. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് നമ്പേഴ്സ്? ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ് മക്കളെ? ആഡിങ് 5 അഗെയിൻ ആൻഡ് അഗെയിൻ അല്ലേ? 5 ആഡ് ചെയ്ത് വരികയാണ്. മാത്രമല്ല ലാസ്റ്റ് ലെറ്റർ ഏതൊക്കെയാണ്? 5ഉം 0യും മാത്രമാണ് അല്ലേ ലാസ്റ്റ് ലെറ്റേഴ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കൂ. സ്റ്റാർട്ടിങ് വിത്ത് 10 ആൻഡ് ആഡിങ് 10 അഗെയിൻ ആൻഡ് അഗെയിൻ. 10ൽ നിന്ന് തുടങ്ങി 10 ആഡ് ചെയ്ത് വരുമ്പോൾ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ആ പാറ്റേൺ എഴുതാനാണ് പറയുന്നത്. 10 plus 10, 20, 30, 40, 50, 60, 70, 80, 90 അങ്ങനെ പോവല്ലേ. ഹൗ മെനി 2-digit numbers have 0 as the second digit? രണ്ടാമത്തെ ഡിജിറ്റിൽ 0 വരുന്ന എത്ര 2-digit numbers ഉണ്ട്? എത്രയുണ്ട് മക്കളെ? 10, 20, 30, 40, 50, 60, 70, 80, 90. ആകെ 2-digit numbers 9 ആണുള്ളത്. റൈറ്റ് നമ്പേഴ്സ് ഇൻ ഓർഡർ ബൈ ആഡിങ് 10 to 1 and so on. നോക്ക് എന്താ പറയുന്നത്? 1ലേക്ക് 10 ആഡ് ചെയ്യുക, 1ലേക്ക് 10 ആഡ് ചെയ്യുക, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. വീണ്ടും 10 ആഡ് ചെയ്ത് വരാനാണ് പറയുന്നത്. 1, 11, 21. 1 plus 10, 11. 11 plus 10, 21. 21 plus 10, 31. 31 plus 10, 41. 41 plus 10, 51. How many 2-digit numbers have 1 as the second digit? സെക്കൻഡ് ഡിജിറ്റ് 1 ആയിട്ടുള്ള എത്ര 2-digit numbers ഉണ്ട്? നമുക്ക് എണ്ണി നോക്കിയാലോ. 11, 21, 31, 41, 51, 61, 71, 81, 91 അല്ലേ? അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? 9 നമ്പേഴ്സ് ഉണ്ട്. അതിന് താഴെ ഒരു ബോക്സ് നോക്കൂ. റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 7 ഇൻ ദ ഓവൽസ്. അവിടെ തന്നിട്ടുള്ള കള്ളികളിൽ 1 മുതൽ 7 വരെയുള്ള സംഖ്യകൾ, ഏതെങ്കിലും ഒരു സംഖ്യകൾ എഴുതാം. ദ സം ഓഫ് 3 നമ്പേഴ്സ് ഇൻ എ ലൈൻ മസ്റ്റ് ബി 12. ഒരു ലൈനിലുള്ള 3 നമ്പേഴ്സിൻ്റെയും സം എത്രയാവണം? 12 ആവണം. പക്ഷെ നമുക്ക് 1 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഈച്ച് നമ്പർ ക്യാൻ ബി യൂസ്ഡ് ഓൺലി വൺസ്. ഓരോ നമ്പേഴ്സ് നമുക്ക് ആകെ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാനും പറ്റുള്ളൂ. കുറച്ച് ടാസ്ക് ആണല്ലേ, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കും. നോക്കൂ, 1 plus 6 എത്രയാണ്? 7. 7 plus 5, 12 ആണല്ലേ. അതിന് താഴേക്ക് എഴുതിയത് നോക്കൂ. 6 plus 4, 10. 10 plus 2, 12. 7 plus 2 എത്രയാ മക്കളെ? 9 ആണ്. 9 plus 3, again 12. കണ്ടുപിടിച്ചല്ലോ. 1 എഴുതിയിട്ടുണ്ട്. 2, 3, 4, 5, 6, 7. 1 മുതൽ 7 വരെയുള്ള എല്ലാ നമ്പേഴ്സും നമ്മുടെ ആ ബോക്സിലുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കൂ. ലുക്ക് അറ്റ് ദ പാറ്റേൺസ് ബിലോ. താഴെ നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. ഇൻ വിച്ച് ഓഫ് ദം ആർ ദ നമ്പേഴ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ? സ്മോൾ ടു ലാർജ്. ടിക്ക് ദെയർ ബോക്സസ്. ഇവയിൽ നിന്ന് ചെറുത് നിന്ന് വലുതിലേക്ക് കറക്റ്റായിട്ട് എഴുതിയതിനെ നേരെ ടിക്ക് എഴുതാനാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാമല്ലോ. 25, 28, 31, 34, 37. ശരിയാണോ മക്കളെ? യെസ്, കറക്റ്റ് ആണല്ലേ. 25നേക്കാൾ വലുതാണ് 28, 31 അതൊക്കെ. നെക്സ്റ്റ് നോക്കൂ. 82, 78. 82നേക്കാൾ ചെറുതല്ലേ 78? അപ്പോൾ ഇതെന്തായാലും തെറ്റാണ്. നെക്സ്റ്റ് നോക്കൂ. 63, 62. 63നേക്കാൾ ചെറുതാണ് എന്ത്? 62 അല്ലേ? അപ്പോൾ എന്താണ്? തെറ്റാണ്. 52, 58, 64, 70, 76. കറക്റ്റ് ആണല്ലേ. നെക്സ്റ്റ് നോക്കൂ. 43, 46, 42. 43നേക്കാൾ വലുതാണ് 46, പക്ഷേ 42 എന്തല്ല? 46നേക്കാൾ ചെറുതാണ്. അപ്പോൾ അത് തെറ്റാണല്ലേ. നെക്സ്റ്റ് 79, 80, 81, 82, 83. കറക്റ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഈ 3 മാത്രമാണ് കറക്റ്റ് ഓർഡറിൽ എഴുതി തന്നിട്ടുള്ളതല്ലേ. നെക്സ്റ്റ് നോക്കൂ മക്കളെ. നമ്പർ പാറ്റേൺസ്. ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദ പാറ്റേൺസ്. താഴെ നമുക്ക് ഒരുപാട് പാറ്റേൺസ് തന്നിട്ടുണ്ട്. അതിൽ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിച്ച് എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ
10 എഴുതി തന്നിട്ടുള്ളതല്ലേ. നെക്സ്റ്റ് നോക്കൂ മക്കളെ, നമ്പർ പാറ്റേൺസ്. ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദ പാറ്റേൺസ്. താഴെ നമുക്ക് ഒരുപാട് പാറ്റേൺസ് തന്നിട്ടുണ്ട്. അതിൽ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിച്ച് എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ 10, 18, 26, 34, 50. ഇവിടെ നോക്കൂ, 10ലേക്ക് എത്ര ആഡ് ചെയ്താലാണ് 18 കിട്ടുന്നത്? 8 ആഡ് ചെയ്യുമ്പോഴാണല്ലേ. 18ലേക്ക് 8 ആഡ് ചെയ്യുമ്പോഴാണ് 26 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 8 കൂടി കൂടി വരികയാണ് കേട്ടോ. 34ലേക്ക് 8 ആഡ് ചെയ്താൽ എത്രയായിരിക്കും? അതാണ് അവിടെ ഉണ്ടാവുക. എത്രയാ മക്കളെ? 34 + 8 42 ആണല്ലേ. അപ്പോൾ നമുക്കവിടെ 42 എന്ന് എഴുതാം. സെക്കൻഡ് നമ്പർ നോക്കൂ, 31, 40, 49, -67. 31ലേക്ക് എത്ര ആഡ് ചെയ്യുമ്പോഴാണ് മക്കളെ 40 ആവുന്നത്? 9 ആഡ് ചെയ്യുമ്പോഴാണല്ലേ. 40 + എത്രയാണ് 49? 9 ആണ്. 40ലേക്ക് 9 ആഡ് ചെയ്യുമ്പോൾ 49 ആവുന്നു. ഇനി അടുത്ത നമ്പർ ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 49ലേക്ക് 9 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര കിട്ടും? 50, 51, 52, 53, 54, 55, 56, 57, 58 അല്ലേ. 58ലേക്ക് 9 ആഡ് ചെയ്യുമ്പോഴാണ് 67 കിട്ടുന്നത്. തേർഡ് വൺ നോക്കൂ, 88, 82, 76, 70. ഇവിടുത്തെ പ്രത്യേകത എന്താ നോക്കൂ. 88നേക്കാൾ ചെറുതല്ല 82 അല്ലേ. ഇവിടെ മൈനസ് ചെയ്ത് വരുന്ന പാറ്റേൺ ആണ് കേട്ടോ. ചെറുതായി വരുന്ന പാറ്റേൺ ആണ്. ഇവിടെ എത്രയാണ് മക്കളെ മൈനസ് ചെയ്യേണ്ടത്? നോക്കൂ, 88ൽ നിന്ന് 82 മൈനസ് ചെയ്ത് എത്രയാണ്? 6 ആണല്ലേ. അപ്പോൾ ഇവിടെ മൈനസ് ആയി വരുന്നത്, കുറയ്ക്കേണ്ടത് ഏത് നമ്പറാണ്? 6 ആണ്. സോ അടുത്ത നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? 70 - 6 ചെയ്താൽ മതി. എത്രയായിരിക്കും? 69, 68, 66, 65, 64. 64 ആയിരിക്കും അല്ലേ ആൻസർ വരുന്നത്. ഫോർത്ത് വന്ന് നോക്കൂ, 56, 60, 64. ഇവിടെ കൂടി വരുന്നുണ്ട് അല്ലേ. 56നേക്കാൾ വലുതാണ് 60. ഇവിടെ എത്രയാണ് മക്കളെ കൂടുന്നത്? 56ലേക്ക് എന്ത് ആഡ് ചെയ്താലാണ് 60 കിട്ടുന്നത്? 4 ആഡ് ചെയ്താലാണ് കിട്ടുന്നത് അല്ലേ. സോ 64ലേക്ക് 4 ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 68 ആണ് കിട്ടുക. അവിടെ മിസ്സിംഗ് നമ്പർ 68 ആണ് കേട്ടോ. ലാസ്റ്റ് വൺ നോക്കൂ, 95, 89, 83, 77. അഗെയിൻ മൈനസ് ചെയ്താണ് ഇവിടെ പോകുന്നത്. ഇവിടെ എത്ര നമ്പറാണ് മക്കളെ കുറഞ്ഞു വരുന്നത്? 6 തന്നെയാണല്ലേ. 95ൽ നിന്ന് 6 മൈനസ് ചെയ്യുമ്പോഴാണ് 89 കിട്ടുന്നത്. 89 - 6 ആണ് 83. 83 - 6 ആണ് 77. ഇനി 77ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ മതി. എത്ര കിട്ടും? 71 എന്ന് കിട്ടും കേട്ടോ. ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. അടുത്തത് എന്താണ്? ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. മിയ ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് നമ്പേഴ്സ് യൂസിങ് ഡിജിറ്റ്. മിയയും കൂട്ടുകാരും ഡിജിറ്റുകൾ യൂസ് ചെയ്ത് നമ്പറുകൾ ഉണ്ടാക്കുകയാണ്. ഈച്ച് ക്യാൻ ടേക്ക് 2 കാർഡ്സ്. ഓരോരുത്തർക്കും 2 കാർഡ് വീതം എടുക്കാം. ആൻഡ് മേക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദീസ് കാർഡ്. എന്നിട്ട് ആ എടുത്ത കാർഡുകൾ ഉപയോഗിച്ച് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം. മിയ ഗോഡ് 3, 5. മിയക്ക് കിട്ടിയ നമ്പർ 3ഉം 5ഉം ആണ്. നമ്പേഴ്സ് മിയ മെയ്ഡ് 35 and 53. മിയ അത് വെച്ച് ഉണ്ടാക്കിയ നമ്പേഴ്സ് ഏതെല്ലാമാണ്? 35ഉം 53ഉം. ഹിയർ ആർ ദ കാർഡ്സ് സം അതേഴ്സ് ഗോട്ട്. നമുക്കിവിടെ കുറച്ച് മറ്റുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സുകളും കൂടി തന്നിട്ടുണ്ട്. നമുക്ക് അവർക്ക് കിട്ടിയ നമ്പേഴ്സ് നോക്കാം കേട്ടോ. റൈറ്റ് ദ 2 ഡിജിറ്റ് നമ്പേഴ്സ് ദേ മെയ്ഡ്. അവരുണ്ടാക്കിയ 2 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാനാണ് പറയുന്നത്. 2, 6. ഏതെല്ലാം നമ്പേഴ്സ് വരും? 26 and 62. നെക്സ്റ്റ് 9, 8. ഏതെല്ലാം വരും? 98 and 89. 5, 0. ഇവിടെ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആകെ 50 മാത്രമേ വരുള്ളൂ അല്ലേ. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് വിത്ത് 4 and 5 നോട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 4 വെച്ചും 5 വെച്ചും ആ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാതെ നമുക്ക് ഏതെല്ലാം നമ്പേഴ്സ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? ഏതെല്ലാം ഉണ്ടാക്കാം? 45 and 54. ഇഫ് ദ ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്. ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്താൽ ഏതെല്ലാം ഉണ്ടാക്കാം? 44 and 55 അല്ലേ. 2 4 2 5. നെക്സ്റ്റ് നോക്കൂ, ഫോർട്ട്, കോട്ട. ഇവിടെ ഒരുപാട് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. 20, 30, 27 എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതൊരു ഗെയിമാണ് കേട്ടോ മക്കളെ. മക്കൾ കളിക്കണേ. നമുക്ക് വിശദീകരിച്ച് നോക്കാം. എ ഗെയിം ഫോർ 3. ഡ്രോ എ ലൈൻ ഫ്രം എ നമ്പർ ടു എ നിയർ ബൈ നമ്പർ. ഒരു നമ്പറിൽ നിന്ന് തൊട്ടടുത്ത നമ്പറിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. നോ ഡയഗണൽ ലൈൻസ്. ആഡ് ദ നമ്പേഴ്സ്. അതർ ടു ഡു ദ സെയിം. എന്താ ഡയഗണൽ ലൈൻസ് ഒന്നും വരയ്ക്കരുത്. നേരെയുള്ള വര വരയ്ക്കുക. എന്നിട്ട് ആ നമ്പേഴ്സ് ആഡ് ചെയ്യുക. വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം.
റൈറ്റ് ദ സം ഇൻ ഓർഡർ ലാർജ് ടു സ്മോൾ. കിട്ടിയ സമ്മ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതണം. ദ ലാർജസ്റ്റ് ഗെറ്റ്സ് 5 points. വലുതിന് 5 പോയിന്റ്. ദ നെക്സ്റ്റ് 3 points ആൻഡ് ദ സ്മോളസ്റ്റ് 1 point. പിന്നെ ചെറുതാവുന്നതിനനുസരിച്ച് 3ഉം 1ഉം ആയിരിക്കും പോയിന്റ് കിട്ടുക. എ സ്ക്വയർ ജോയിനിങ് നിയർ ബൈ നമ്പേഴ്സ് ഈസ് എ ഫോർട്ട്. എല്ലാ നമ്പേഴ്സും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ക്വയർ ഉണ്ടാവില്ലേ, അതാണ് ഒരു ഫോർട്ട് എന്ന് പറയുന്നത്. എ പ്ലെയർ കംപ്ലീറ്റിംഗ് എ ഫോർട്ട് ഗെറ്റ്സ് അഡീഷണൽ 10 points. ഒരു കളിക്കാരൻ ഒരു ഫോർട്ട് കംപ്ലീറ്റ് ചെയ്താൽ അവർക്ക് 10 പോയിന്റ് എക്സ്ട്രാ കിട്ടും. യുവർ ടീച്ചർ വിൽ ടെൽ യു മോർ അബൌട്ട് ദ ഗെയിം. മക്കളുടെ ടീച്ചർ നിങ്ങളോട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയൂ കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും കളിച്ച് നോക്കണേ. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് എല്ലാവർക്കും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്